ചാടിയ എന്ത് തരും? ഫ്രൈഡ് ചിക്കൻ KFC പോയിട്ട് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു. ഉറപ്പാണേ ചാടിയിരിക്കും. ഇത് അവള് സക്സസ്ഫുള്ളി 25 ചാട്ടം ചാടുകയാണെങ്കിൽ KFC 100 സിമ്പിളായിട്ട് ചാടുമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഒരു 10 എണ്ണയിലും ചാടാൻ പറ്റുമോ നോക്കട്ടെ. കറക്റ്റായിട്ട് ചാടുകയാണെങ്കിൽ കണ്ടിന്യൂസ് 10 ചാടുകയാണെങ്കിൽ KFCയിൽ പോയിട്ട് ഡോണാപ്പിക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ. പ്രസവിച്ച് ഇന്നലെ പ്രസവിച്ചല്ല, കുറച്ച് ദിവസമായി. കൺസിഡറേഷൻ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് 100 ഈസി ആയി ചാടുന്ന ആളോട് 10 ചാടിയ പോയെന്ന് പറയണേ. ഞാൻ എത്രയാണ് നീങ്ങി ചാട് കറക്റ്റ്. ചാട അറിയില്ലേ? നമുക്ക് ടിഷ്യൂ പോണ്ടേ? ഫ്രൈഡ് ചിക്കൻ കഴിച്ചാൽ പോവാ. ഞാൻ ഒങ്ങിട്ട് വരാം കേട്ടോ. നമ്മൾ വേഗം റെഡിയായി നമ്മൾ തൃശ്ശൂർക്ക് പോവാണ്. അങ്ങനെ നമ്മൾ നേരെ നെസ്റ്റോയിലെത്തി. നെസ്റ്റോയിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവൾക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നല്ല ക്യൂട്ട് ഉടുപ്പുകളുണ്ട്. എല്ലാത്തിനും എടുക്കുന്ന വിലയാക്കുണ്ടായിരുന്നു. സിംഹമാണ്. സാറില്ല ജിൻ്റെ പോട്ടെ. ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങുന്ന ശോഭയിൽ വന്നു. ശോഭയിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ചേട്ടനോട് പറഞ്ഞായിരുന്നു എനിക്ക് KFC വേണമെന്ന്. പക്ഷേ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നില്ല. ഇപ്പോഴാണ് വാങ്ങിച്ചു തന്നത്. തരുന്ന പാക്കേജിൽ ഒരു ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് പ്രഗ്നൻ്റ് വുമൻസ് കഴിക്കരുതെന്നുള്ളത്. ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇമ്മീഡിയറ്റ് കൺസെപ്ഷൻ ആണെന്ന്. ഇത് അപ്പം തന്നെ കഴിക്കണം എന്നാണ് പറയുന്നത്. അതായത് പാഴ്സൽ ഒന്നും അവർ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ മെയിനായിട്ടുള്ള ഈ 2 റീസൺ കൊണ്ടാണ് ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തരാതിരുന്നത്. ഇനിവ ചേട്ടൻ എനിക്ക് ഇപ്പോൾ വാങ്ങിച്ചു തന്നു, സന്തോഷമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. പിന്നെ KFC ഒക്കെ കഴിക്കുന്നവർ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കും.